എല്ലാവർക്കും PZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ തവണത്തെ LDC എക്സാം എഴുതിയിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് ചെറിയ മാർക്കിനാണ് അതിന്റെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾ സപ്ലി റാങ്കിലായി പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇനി വരാനിരിക്കുന്നത്. അതായത് നിങ്ങൾ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ആൻഡ് ബേബ്കോ LDC തുടങ്ങിയ ഒട്ടനവധി പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ ആണ് PSC എന്ത് ചെയ്യാൻ പോകുന്നത്, റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ട, ഇത് നമ്മളുടെ സെപ്റ്റംബർ മാസമാണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും, അപ്പൊ ഡിസംബറിന് മുൻപ് എന്തായാലും ഈ വർഷം തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നോക്കിക്കേ, റവന്യൂ വകുപ്പിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, PSC വിളിക്കാനായിട്ട് പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് 17,000 മുതലാണ് ബേസ് പേ വരുന്നത്. പക്ഷെ ഇതൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ റിവൈസ്ഡ് ആയിട്ടുള്ള സാലറി ആയിരിക്കും വരുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 15/9/2021 ഗസറ്റഡ് ഡേറ്റിൽ പുറത്തിറക്കിയിട്ടുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബറിൽ തന്നെയാണ് അല്ലെ. അപ്പൊ ഈ വർഷവും നമുക്ക് ഒരു ഒക്ടോബർ, നവംബർ മാസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പറയാനുള്ള കാരണങ്ങൾ കൂടി വ്യക്തമാക്കാം. ആൻഡ് 2021 നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കറിയാം, അന്ന് PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രിലിംസ്, മെയിൻസ് എന്ന് പറയുന്ന സെഷൻസ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2022 എക്സാം കഴിഞ്ഞ് 2023 ഡിസംബർ ആയപ്പോഴത്തേക്കും ചില ജില്ലകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റ് PSC VFAയുടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2023. അതുകൂടാതെ ചില ജില്ലകളിൽ 2024 ജനുവരി മാസത്തോട് കൂടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് PSC വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ജില്ലകളുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2026 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, തീരും അല്ലെ. ദെൻ 2024 വന്നിരിക്കുന്നതും 2027 ജാൻ മാസമാകുമ്പോൾ, ജാൻ ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ PSCക്ക് 2025 ആകുമ്പോഴത്തേക്കും ഡിസംബർ മാസത്തിന്റെ ഉള്ളിൽ, കാരണം ഒരുപാട് പേര് ഏജ് ഓവർ ആവാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഏജ് ഓവർ ആവും. അപ്പൊ അവർ കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും വിടുന്നത്. ഇനി 2025 വന്നാൽ 2026 ഒരൊറ്റ മെയിൻസ് എക്സാം ആയിട്ട് വിവിധ ജില്ലകളിൽ നടത്താനാണ് സാധ്യത. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് എത്ര നാളെ എക്സാമിന് കിട്ടുകടാ, ഒരു 4 മാസം മാക്സിമം. ഓക്കെ, 2026 ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 6 മന്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലിട്ട് ഇത് കണ്ടാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് PSCക്ക് എന്ത് ചെയ്യണം, വെളിയിലേക്ക് വിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ 6 മാസം എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സെപ്റ്റംബർ ആണ്. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പതുക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്. ബിക്കോസ് നിങ്ങൾക്കൊരു 120 ഡേയ്സിലേക്കുള്ള ഒരു പ്ലാൻ പ്രകാരമുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബേബ്കോ LDC, കമ്പനി ബോർഡ് LGS, ഇതിന് 3നും കൂടി നിങ്ങൾക്കൊരു സിംഗിൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കോഴ്സ് ആണ്. നിങ്ങൾ ഈ ഒരു ഒറ്റ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ വെവ്വേറെ ആയിട്ട് പഠിക്കേണ്ട, ഒരൊറ്റ പഠനം ഏത് ജോലിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ കോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ 120 ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരുന്നത്. ഇനി നിങ്ങൾക്ക് ടൈം ഇടാൻ മുമ്പ് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ആ 90 ഡേയ്സിലേക്കുള്ള ടൈം ടേബിളും നിങ്ങൾക്ക് എന്താണ്, അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ ചൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും തന്നെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള 3 ക്ലാസ്സസ് ഉണ്ടാകും.
അതിൻ്റെ ഡെയിലി എക്സാം ഉണ്ടാകും, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, മന്ത്ലി എക്സാം ഉണ്ടാകും. ആൻഡ് മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോകാനും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ് ആണ് AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.